ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കാറ്ററിങ്ങിൻ്റെ ചെറിയ വർക്കുണ്ട്. അപ്പോൾ ഇന്ന് KHRയുടെ കുടുംബസംഗമത്തിന് വേണ്ടി നമ്മൾ മക്കാനി ടീമാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം ഫുഡിലെ മെനു എന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ ലഗോൺ ബിരിയാണി, അതുപോലെ തന്നെ നമ്മളെ ബീഫ് വരട്ടും, പിന്നെ പൂള, നല്ല മീൻ കറിയും, പിന്നെ ഇതൊന്നും പറ്റാത്തവർക്ക് നല്ല വീറ്റൽ കുറുമയും ചപ്പാത്തിയും അതും കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ റമീസ് കൊണ്ടാണ് നമ്മൾ പൊതുവെ ബിരിയാണി വെക്കാറുള്ളത്. നല്ല ചെറിയ റൈസ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മളെ മീൻ കറി കേദറാട്ടോ, മുളകിട്ട കേദറാണ്, പിന്നെ വീറ്റൽ കുറുമയും. അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബിരിയാണിക്കുള്ള പരിപാടി നോക്കുകയാണ്. ലഗോണൊക്കെ ഏകദേശം ബോയിലായിട്ടുണ്ട്. നമ്മൾ റൈസ് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2:30-3 മണിയപ്പം തന്നെ ഞങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബീഫൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നല്ല പെപ്പറൊക്കെ ഇട്ടുള്ള നല്ലൊരു നാടൻ വരട്ടാട്ടോ. അപ്പോൾ നമ്മൾ ലഗോൺ ബിരിയാണിയൊക്കെ ദം ചെയ്ത് ബീഫിൽ നല്ല തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടു നമ്മൾ ഏകദേശം പരിപാടിയൊക്കെ സെറ്റാക്കി 6 മണിയായപ്പോൾ നമ്മൾ ടേക്ക് ചെയ്തു. നമ്മൾ പരിപാടികൾ നടക്കുന്ന സ്ഥലത്തെത്തിട്ടോ, ശാന്തിനഗറിൽ സൈലൻറ്റ് വാലി റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലൊരു അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അത്യാവശ്യം ആളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു സ്വിമ്മിംഗ് പൂളും സൗകര്യമൊക്കെ ഉണ്ട്. KHRയുടെ പുതിയ കമ്മിറ്റി രൂപീകരണവും ജനറൽ ബോഡി യോഗവും അവരുടെ തന്നെ കുടുംബസംഗമവും കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ സ്റ്റാർട്ടായി, എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ലൊരു അഭിപ്രായം നമുക്ക് കിട്ടി. മാഷാ അല്ലാഹ്. ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ സ്റ്റേജിൽ നല്ല കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കോസ്റ്റ കപ്പാനി സാറിൻ്റെയൊക്കെ ഗാനമേളയും അതോടൊപ്പം തന്നെ ഫുഡിൻ്റെ പരിപാടി നടത്തുന്നു. ഏകദേശം ഫുഡൊക്കെ സെറ്റാക്കി നമ്മൾ ഏകദേശം അവിടുന്ന് ഒരു 8 മണിയോടുകൂടി നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചിട്ടു. മാഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.